കൊക്കാത്തോട് കാട്ടാത്തിപ്പാറയിലുള്ള മോഹൻദാസ് എന്ന് പറഞ്ഞ 72 വയസ്സുള്ള കാട്ടുമൂപ്പനെ ഒരു മാസം മുമ്പാണ് കാണാതായത്. ആള് കാട്ടിലേക്ക് കയറി പോയതായിട്ടായിരുന്നു അവസാന വിവരം. നമ്മള് ഈ പശ്ചിമഘട്ടത്തില് തമിഴ്നാട്ടിലേക്ക് പോകുന്ന നിരവധി കാട്ട് റോഡുകൾ വഴികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം നിരവധി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഫോറസ്റ്റും പോലീസും ആയിട്ട് ജോയിന്റ് ആയിട്ട് ഇവിടുത്തെ ഈ കാട്ടില് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്ന ആൾക്കാരുടെ സഹായത്തോടുകൂടി വലിയ സെർച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തി വരികയായിരുന്നു. പക്ഷേ പോലീസിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു നിഗമനം എന്ന് പറഞ്ഞാൽ ഇത് ഇദ്ദേഹത്തിന് അധികം ദൂരം നടക്കുന്നു പോകാൻ പറ്റില്ല എന്നുള്ള ഒരു നിലയില് ഞങ്ങള് ഇദ്ദേഹം നടന്നു കയറിയ ഭാഗത്ത് ഒരു 2-3 സ്ക്വയർ കിലോമീറ്റർ ഏരിയയില് ഒരു ഉൾവനങ്ങളിലേക്ക് വളരെ ഡീപ്പായിട്ടുള്ള ഒരു സെർച്ച് ഇന്ന് ഞങ്ങൾ ജോയിന്റ് ആയിട്ട് 50 അംഗ ടീം ഫോറസ്റ്റിന്റെയും പോലീസിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു 50 അംഗ ടീം ജോയിന്റ് ആയിട്ട് ഞങ്ങൾ നടത്തി. അതില് ഞങ്ങള് ഈ വന്ന ഭാഗത്ത് ഒരു കുന്നിൻ ചെരുവിൽ ഒരു പാറയുടെ ചെരുവിലായിട്ട് ഒരു മരത്തില് കെട്ടിത്തൂങ്ങിയ നിലയിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം നമ്മൾ കണ്ടെടുത്തു. പൂർണ്ണമായിട്ടും അഴുകിയ നിലയിലാണ് ശരീരം ഉള്ളത്. കൈലിയിൽ തൂങ്ങിയ നിലയിൽ പൂർണ്ണമായിട്ടും ജീർണിച്ച നിലയിലാണ് ബോഡി ഇപ്പോഴും ഉള്ളത്. സമീപത്തിലെ ആനയൊക്കെ ഇറങ്ങിയ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ആനപ്പിണ്ടങ്ങളും ആനത്താരയും ഉള്ള സ്ഥലമാണിത്. ഇത് ഡീപ്പ് സെർച്ച് നടത്തിയതുകൊണ്ടാണ് നമുക്കിത് കണ്ടെത്താനായിട്ട് കഴിഞ്ഞത്. ഒരുപാട് ഉള്ളിലായിട്ടാണ്, ഉൾവനത്തിലാണ് ഇത് കണ്ടത്. ഇനിയിപ്പോ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ആ കേസിന്റെ ഭാഗമായിട്ട് ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പം ഉടനെ തന്നെ ചെയ്യും. ബോഡി നമ്മള് പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായിട്ട് കോന്നി മെഡിക്കൽ കോളേജിലോട്ട് നമ്മൾ മാറ്റും. സാറിന്റെ പേര്? കോന്നി CA ആണ് രതീഷ്. ഓക്കെ. ഇന്നേക്ക് ഒരു മാസമായി കാട്ടാത്തി മൂപ്പനെ കാണാതായിട്ട്. ഇന്ന് ബഹുമാനപ്പെട്ട കോന്നി പോലീസിന്റെ നേതൃത്വത്തിൽ കോന്നി DFO, നടുവത്തുംമുഴി റേഞ്ച് ഓഫീസർ, പാടം സ്റ്റേഷൻ, കൊക്കാത്തോട് സ്റ്റേഷൻ, കരിപ്പാന്തോട് സ്റ്റേഷൻ എന്നീ ഫോറസ്റ്റുകാരുടെ നേതൃത്വത്തിലും ഞങ്ങൾ ഇന്ന് അന്വേഷണവുമായി രാവിലെ തന്നെ പുറപ്പെട്ടു. ഏകദേശം കാട്ടാത്തിയിൽ നിന്ന് ഉൾവനത്തിൽ, അതായത് പുല്ലുമുരുപ്പ് ഏത് സ്ഥലം ഇത്? കൊല്ലമുരുപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട കോന്നി CAയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ 3 ടീമായിട്ടാണ് തിരിഞ്ഞത്. 2 ടീം വേറെ വിങ്ങിലേക്ക് പോയിട്ടുണ്ട്, അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളും ഉൾക്കാട്ടിലേക്ക് പോകുന്ന വഴിക്ക് പാറയുടെ അടിവശം കാട്ടാത്തി മൂമ്പനെ ഹാങ്ങിങ് ചെയ്ത നിലയിൽ കാണാൻ പറ്റി. അഴുകിയ നിലയിൽ കാണാൻ പറ്റി. ഒത്തിരി ഉള്ളിലാണ്, കുറെ ഉള്ളിലാണ്. ആനയും കടുവയും എല്ലാം ഉള്ള സ്ഥലമാണ്. ഏകദേശം കാട്ടാത്തിൽ നിന്നൊരു 5 കിലോമീറ്ററോളം ഉൾവശമാണ് അദ്ദേഹത്തെ കാണാൻ പറ്റും. മരത്തിലാണ്, കൈലിയിലാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ 3 സംഘമായിട്ടാണ് ഏകദേശം 50ഓളം പേരുണ്ടായിരുന്നു. ഫോറസ്റ്റും പോലീസും ഉൾപ്പെടെയുള്ളവർ 3 വിങ്ങായിട്ട് തിരിഞ്ഞു. ഞങ്ങളൊരു വിങ്ങായിരുന്നു. ബഹുമാനപ്പെട്ട CAയുടെ നേതൃത്വത്തിലായിരുന്നു ഞങ്ങളുടെ വിങ്ങി. ഞങ്ങൾ പ്രദേശത്ത് വന്നപ്പോൾ കാണാൻ ഇടയായി. എന്റെ പേര് ഷൈൻ. ഞാൻ കൊക്കാത്തോട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ.